പ്രധാനപ്പെട്ട വാർത്ത. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതി കണ്ഠരര് രാജീവർക്ക് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 2 കേസുകളിലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇതുവരെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇതാ ആദ്യമായി ഈ കേസിന്റെ ഈ 90 ദിവസം, അതായത് അറസ്റ്റിലായി റിമാൻഡിലായി 90 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ആദ്യമായി ഒരാൾക്ക് ജാമ്യം ലഭിക്കുന്നു. അത് തന്ത്രി കണ്ഠരര് രാജീവർക്കാണ്. ദ്വാരപാലക ശില്പപാളി കേസിലും അതുപോലെ തന്നെ കട്ടിളപ്പാളി കേസിലുമാണ് ഈ ജാമ്യാപേക്ഷ കണ്ഠരര് രാജീവർ നൽകിയിരുന്നത്. അതിലിപ്പോൾ കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ഠരര് രാജീവർ തന്ത്രി ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടിരുന്നത്, ഭരണപരമായ കാര്യങ്ങളിൽ, ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ തനിക്ക് പങ്കില്ല, ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടിരുന്നത് എന്നുള്ള ഒരു വാദമാണ് ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും തന്ത്രി ഉയർത്തിയിരുന്നത്. ഏതായാലും ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി 9 ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയെ ചോദ്യം ചെയ്യാനായി ഈ പ്രത്യേക അന്വേഷണ സംഘം ചെങ്ങന്നൂരിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് SITയുടെ ഓഫീസിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും ജനുവരി 9 കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ SIT ഉയർത്തിയിരുന്നു. കാരണം തന്ത്രിയുടെ ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ്. അതായത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രിക്ക് പണമുണ്ട്, അല്ലെങ്കിൽ നിക്ഷേപമുണ്ട്. 2.5 കോടി രൂപയോളം ഇങ്ങനെ നിക്ഷേപമായി തന്ത്രി നിക്ഷേപിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ പണമുണ്ട്. അങ്ങനെ ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു SIT. പക്ഷേ തന്ത്രിക്കിപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. കൊല്ലം വിജിലൻസ് കോടതിയുടെ 2 ജാമ്യാപേക്ഷകളാണ്. അതായത് 2 കേസുകളിലും തന്ത്രി പ്രതിയാണ്. ദ്വാരപാലക ശില്പപാളി കേസിലും അതുപോലെ തന്നെ കട്ടിളപ്പാളി കേസിലും ഈ 2 കേസുകളിലും ഒരുമിച്ചാണ് ജാമ്യാപേക്ഷ നൽകിയതും ജാമ്യാപേക്ഷയിലെ വാദം നടന്നതും ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. ആദ്യമായി, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ നിരവധി പ്രതികൾ, ഇപ്പോൾ മുരാരി ബാബു, N വാസു അടക്കമുള്ള പ്രതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ അവരെല്ലാം സ്വാഭാവിക ജാമ്യം തേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. പക്ഷേ ഇത്തവണ തന്ത്രിക്ക് അത്രയും ഈ 90 ദിവസത്തെ കാലാവധി വേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തന്ത്രിയുടെ വാദം, അതായത് ഈ ഭരണപരമായ കാര്യങ്ങളിൽ, അതായത് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ തന്ത്രി ഒരു കാര്യം കാണിച്ചില്ല, അല്ലെങ്കിൽ അത് തടഞ്ഞില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ അനുജ്ഞ, അതായത് ദേവന്റെ അനുജ്ഞ അടക്കം വാങ്ങിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല ഈ തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് SIT അന്ന് കണ്ടെത്തിയത്. ഈ തന്ത്രി വഴിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത്. ഇതടക്കമുള്ള കാര്യങ്ങൾ അന്ന് SIT കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജനുവരി 9 തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്തത്. ഏതായാലും അതിന് പിന്നാലെ തന്ത്രി ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. തന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ആചാരങ്ങളുടെ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഒരു റോൾ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ദേവസ്വം ബോർഡ് ആണ് ഇതിൻ്റെ ഭരണ ചുമതല നടത്തുന്നത്. അവരാണ് ഇത്തരത്തിൽ ഭരണപരമായ കാര്യങ്ങൾ നടത്തുന്നത്. തനിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളതായിരുന്നു ഉയർത്തിയ ഒരു വാദം. ഏതായാലും അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു.